അല്ല മുതലാളി, ഓ 10 മണിക്കാ ഫ്ലൈറ്റ്. 7 മണിക്ക് 7 മണിക്ക് റിപ്പോർട്ട് 7:30. ആ ഓ ഇല്ല, അതിൻ്റെ ആവശ്യമല്ല മുതലാളി. ആയിക്കോട്ടെ ഞാൻ വിളിച്ചോളാം. അടുത്തൊന്ന് നമ്പറൊക്കെ ആയിട്ട്. എൻ്റെ നെയ്യാറ്റിങ്ങരയുള്ളൊരു കൊച്ചപ്പച്ചനുണ്ട്, അപ്പച്ചൻ്റെ മോനാ ജെറാൾഡിൻ്റെ ഏർപ്പാടാണ്. ഓ ശരി ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. സുരേന്ദ്രൻ മുതലാളി. മക്കളെ അത് ചുടുക്കല്ലേടി, അത് തേച്ച് വെച്ചതല്ലേ, അതൊരു ചുടുക്കല്ലേ. നിനക്കെന്താടി ഒരു വിഷമം? സന്തോഷത്തോടെ യാത്രയാക്കുന്ന അംഗം. പിന്നെ പറഞ്ഞില്ലേ പോയി, ഇപ്പം ഇതൊക്കെ ദിവസങ്ങളൊക്കെ ഇപ്പോൾ ഓടി ഓടിയല്ലേ പോണത്, വർഷങ്ങളും എല്ലാം പരപരാ പോവും. അതിനിടയ്ക്ക് അടുത്ത ലീവാവും, അതിനിടയ്ക്ക് ഞാൻ വരുമല്ലോ. പിന്നെ പറ്റുമെങ്കിൽ അവിടുത്തെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് ഒരു വിസിറ്റ് എടുത്ത് നിങ്ങളേക്ക് അങ്ങോട്ട് കൊണ്ടുവരാം. എണ്ണ കാച്ചിയതോ വെച്ചോ? കുറച്ച് ഉപ്പേരി മധുവിൻ്റെ കടന്ന് കുറച്ച് വറുക്കോ? അത് മതി. ഈ എണ്ണയുടെ ഇതുണ്ടല്ലോ നല്ലപോലെ പാക്ക് ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇതിനകത്ത് വലിയ ചെറിയ. അപ്പോൾ അച്ചാർ. അയ്യോ, അച്ചാർ ഉണ്ടാക്കിയായിരുന്നല്ലോ. ഇത് ചെമ്മീൻ അച്ചാറാ. ചെമ്മീനാ? വലിയ കുപ്പി വേണം. ഇപ്പൊ ഈ കൊണ്ടുപോണ ചെമ്മീൻ അച്ചാർ തീർന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? പിന്നെ അച്ചാറില്ലാണ്ട് ഞാൻ അവിടെ കിടന്ന് വിഷമിക്കൂലേ? തീരുമ്പോ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് അയച്ചു തരാം. കൊണ്ടിട്ടോ എന്തോ സ്പൂണാണോ? ഇവളിതെന്തോ ഇത് ഇത് ഇങ്ങനെ മുഖം വെച്ചോണ്ട് എങ്ങനെയാണ്? ഡാഡി വിഷമിപ്പിക്കില്ല, ഡാഡി വിഷമിപ്പിക്കില്ല. ഡാഡി വരുപടി പോയിട്ട് ഇപ്പഴേ അറിയാലോ. ഇപ്പോഴേ ഇങ്ങനെ അച്ചപ്പൊക്കെ ഫോൺ എപ്പോഴും ബിസിയാണ്, ബിസി ബിസി. ഇങ്ങനെ കാര്യങ്ങള് ഇങ്ങനെ പോകുന്നു. തുണിയും അച്ചാറൊക്കെ ഒരുമിച്ച് ഇല്ല ഇല്ല, അത് അച്ചാർ അതൊക്കെ ഇതിനകത്ത് ഈ കാർട്ടൂണില്. ഇത് തുണിയല്ല ഇതിനകത്ത് വെച്ചത്. ഇത് ലീക്കാതിരിക്കാനേ പ്ലാസ്റ്റിക് കൊണ്ട് തന്നെ ഒരു കവറിനകത്ത് ആക്കണത്. മറ്റേ ടേപ്പ് വെച്ചിട്ടുണ്ട്, റാപ്പ് ചെയ്ത് അത് ചെയ്യാം. അത് മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിയട്ടെ. അച്ചാറുണ്ടാക്കിയതാ? ചെമ്മീൻ അച്ചാർ ഒരുപാടെണ്ണം ഉണ്ടല്ലോ. അല്ല ഇതിപ്പോ അവിടെ പോയിട്ട് എനിക്ക് അച്ചാർ മാത്രമേ തിന്നാൻ നേരം വരുള്ളൂ തോന്നുന്നു. എങ്ങനെയുണ്ട്? നീ ചെടി അതാണ് ഇത് ഞാനിട്ടതാ ചെമ്മീൻ അച്ചാർ. അത്ര പോരാ. ചമ്മന്തിപ്പൊടി. പിന്നെ നമ്മുടെ ജെറാൾഡ് ഇല്ലേ നെയ്യാറ്റിങ്ങരത്ത്, നമ്മുടെ കൊച്ചപ്പൻ, അവന് ഇച്ചിരി കപ്പ കിട്ടുമെങ്കിൽ എവിടുന്നെങ്കിലും കുറച്ച് കപ്പ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ പറയണ്ടേ, ഞാൻ തോട്ടത്തിൽ പോയിട്ട് പറിച്ചിരുന്നിട്ട് ഇനിയിപ്പോ പോയി കൊണ്ടുവരാൻ സമയമുണ്ടോ? ഇവിടെ മാർക്കറ്റിൽ നിന്ന് ഇടപ്പഴിഞ്ഞിൽ എവിടെന്നെങ്കിലും കിട്ടുമല്ലോ. ഈ ബാഗിലെ വേറെ ഹാൻഡ് ബാഗില്ലേടാ? ഹാൻഡ് ബാഗ് ഉണ്ട്, ഒരു ചെറിയ ബാഗ്. ഹാൻഡ് ബാഗിനകത്ത് മറ്റേ നമ്മൾ ഈ എന്താണ് നമ്മുടെ ബ്ലേഡ്, മുട്ടുപിന്ന്, പിന്നെ കത്രിക, അങ്ങനെയുള്ള സാധനം ഇടരുത്. ഇല്ല അതൊന്നുമില്ല. അതന്നെ നമ്മൾ ഈ ഇതിനകത്ത് ഇടണം. ഈ വലിയ പെട്ടിയില്ല അത് സ്കാനറിൽ കാണും. നമ്മളകത്തോടെ ഇറങ്ങുമ്പോൾ ബെൽറ്റ് ഊരി വെക്കണം, ഷൂ ഊരി വെക്കണം, എല്ലാം ചേർത്തിട്ടാണ് പരിശോധിച്ചിട്ട് അകത്ത് കയറ്റിവിടും. ഇത് ലഗേജിൽ പോകുന്നല്ലേ മക്കളെ, ഇത് ടിക്കറ്റ് എടുക്കുന്നിടത്ത് നിന്ന് പോകുന്ന സാധനമാണ്. നീ ഗൾഫിൽ പോയിട്ടുണ്ടോ? നമ്മക്ക് അറിയാലല്ലേ, നമ്മളെ കാറുകളൊക്കെ പോകണം കേട്ട് പറഞ്ഞ ചിപ്സ് ഇവിടെ വർക്കല്ലേ. പോയിട്ട് ഞാൻ വിസിറ്റ് എടുക്കും, വരണം കേട്ടാ. പോയിട്ട് ഒരു വിസിറ്റ് എടുക്കാം എല്ലാവരും കൂടെ നമുക്ക് അവിടെ. വേറെ എല്ലാം ഒരുക്കങ്ങളൊക്കെ ആയി. ഉടുപ്പൊക്കെ വെച്ചതിനകത്ത് വെച്ച് എല്ലാം വെച്ചാ? ഏതാ ഏറ്റവും? അത് ഞാൻ നേരത്തെ ഉള്ള ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, പാൻറ് ഷർട്ട്. പേർഷ്യ പോകുമ്പോ നമ്മള് പുതിയ സംഭവം പുതിയ ഉടുപ്പും പുതിയ പാൻറ്റും. നിനക്ക് വേറൊരു പണിയില്ലേ? ഇല്ല, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഉണ്ട്. എന്തോന്നു? എന്റെ അളിയാൻ പോകുമ്പോ അങ്ങനെയല്ലേ പോകേണ്ടത്. അടുത്തുള്ളവരൊക്കെ നോക്കും, നമ്മളിങ്ങനെ ആദ്യത്തെ കാഴ്ച തന്നെ നമുക്ക് തോന്നാം. അതിന് ഇവിടുന്ന് പോണ ആള് ക്ലീറ്റ പ്രമുഖനല്ല, ഒരു സാധാരണക്കാരൻ പൗരൻ. പക്ഷെ കനകന്റെ അളിയനല്ലേടാ. ഞാൻ ഇവിടെ ഒരു കുഞ്ഞമ്മയുടെ മോള് കല്യാണത്തിന് ഒരെണ്ണം എടുത്ത് വെച്ചാൽ ഉണ്ടായിരുന്നു, അത് ഇട്ടുകൊണ്ട് പോകാന്ന് വെച്ചിരിക്കുന്നു. സാരല്ല, വെറുതെ കുറെ പൈസ കളഞ്ഞില്ലേ. അപ്പൊ ഇതൊക്കെ നമ്മള് പ്ലാസ്റ്റിക് കവറിനകത്താക്കണം. അങ്ങനെ ഒരു സാധനം അതുകൊണ്ട് വെച്ചിട്ട്
ഇതിന്റെ അകത്ത് വെച്ച് പറ്റിയാ അല്ല അതൊന്ന് പ്ലാസ്റ്റിക് വലിയ പുതിയല്ലേ ആ അല്ല ലീക്ക് ആവുമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഞാൻ വെക്കാം നമുക്ക് പൊട്ടിക്കാൻ ടാപ്പ് ഉണ്ടാ ഒട്ടിക്കുന്ന ടാപ്പ് ഇല്ല മേടിക്കണം ഇരിപ്പില്ലേ അത് വൈകുന്നേരം പോകുമ്പോ മേടിക്കാം അവിടെ ഇരിക്കേണ്ടത് തോന്നുന്നുണ്ട്